കാസർഗോഡ് മഞ്ചേശ്വരത്ത് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ വാഹനത്തിലേക്ക് ലോറിയടിച്ച് 2 പേർ മരിച്ചു. ULCCയുടെ ജീവനക്കാരായ ബീഹാർ സ്വദേശി രാജ്കുമാർ മാത്തൂർ, രാജസ്ഥാൻ സ്വദേശി ദാമൂർ അമിത് ഗണപതി ഭായ് എന്നിവരാണ് മരിച്ചത്. ഷഫീഖ് നസ്രുള്ള ചേരുന്നുണ്ട്. ഷഫീഖ്, എങ്ങനെയായിരുന്നു അപകടം? കൂടുതൽ പേർക്ക് പരിക്കുണ്ടോ? കാസർഗോഡ് മഞ്ചേശ്വരത്താണ് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ വാഹനത്തിലേക്ക് ലോറി ഇടിച്ചു കയറിയത്. 2 പേരാണ് സംഭവ സ്ഥലത്ത് മരിച്ചത്. ULCC ജീവനക്കാരാണ് മരിച്ചത്. ബീഹാർ സ്വദേശി രാജ്കുമാർ മാത്തൂരും രാജസ്ഥാൻ സ്വദേശി ദാമൂർ അമിത് ഗണപതി ഭായ് എന്നിവരാണ് മരിച്ചത്. കാസർഗോഡ് മഞ്ചേശ്വരത്താണ് വാഹനാപകടമുണ്ടായത്. ഷഫീഖ് നസ്രുള്ള ചേരുന്നു. ഷഫീഖ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? കൂടുതൽ പേർക്ക് പരിക്കുണ്ടോ? കാസർഗോഡ് മഞ്ചേശ്വരം ദേശീയപാതയിലാണ് അല്പസമയം മുൻപ് ഇങ്ങനെ ഒരു ദാരുണമായ അപകടം സംഭവിച്ചത്. ദേശീയപാത നിർമ്മാണ കമ്പനിയായ ULCCയുടെ തൊഴിലാളികൾ ആണ് അപകടത്തിൽപ്പെട്ടത്. 5 പേരുണ്ടായിരുന്നു. അവർ 5 പേർ ലൈറ്റുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെടുകയായിരുന്നു. അതിനിടയിലാണ് ഈ വാഹനം ഇടിച്ചു കയറിയത്. 3 പേർക്കാണ് പരിക്കേറ്റത്. 2 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ആളെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു 2 പേർക്ക് കാര്യമായ പരിക്കുകളൊന്നുമില്ല. ദേശീയപാതയിൽ 10ാം മൈലിലാണ് ഇങ്ങനെ ദേശീയപാത നിർമ്മാണ കമ്പനിയായ ULCCയുടെ ജീവനക്കാർ പരിക്കേറ്റത്. അവർ മഴ പെയ്യുന്ന സമയത്ത് ഓടി അവരുടെ വാഹനത്തിൽ കയറുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. രാജസ്ഥാൻ സ്വദേശിയായ അമിത്, അതുപോലെ ഡൽഹി സ്വദേശിയായ രാജ എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മറ്റൊരാൾ ഉത്തർപ്രദേശ് സ്വദേശിയായ മഹീന്ദ്രയാണ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. ഇവർ ദേശീയപാതയിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട അതിന്റെ സൂപ്പർവൈസിംഗ് ജോലിയിലായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. 2 പേർ മൃതദേഹങ്ങൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിച്ചു. ശരി, ഷഫീഖ് നസ്രുള്ളയാണ് വിശദാംശം നൽകിയത്. ഇനിയൊരു ഇടവേള.